ആഡംബരപൂർണമായ മഹാക്ഷേത്രങ്ങളിലല്ല, മറിച്ച് കാവുകളിലെ മണ്ണിലും കല്ലിലും കുടികൊള്ളുന്ന ആ ചൈതന്യത്തിലാണ് ഗ്രാമവാസികൾ ഇന്നും തങ്ങളുടെ രക്ഷകനെ കാണുന്നത്. ഇവിടെ പൂജകൾ നടക്കുന്നത് വേദമന്ത്രങ്ങളിലല്ല, ജനങ്ങളുടെ വായ്മൊഴികളിലാണ്. ആരാധനയിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഘടകം സാമിയാടലാണ്. ഉറുമിമേളത്തിൻ്റെയും ഉടുക്കിൻ്റെയും താളത്തിനൊത്ത് ദൈവത്തിൻ്റെ ചൈതന്യം ഒരാളിലേക്ക് ആവേശിക്കുന്നു. ഭക്തിയുടെ പരകോടിയിൽ ആത്മീയ ലഹരിയെന്നോണം സാമിയാടി അഥവാ വെളിച്ചപ്പാട് അരിവാളിൻ്റെ വായ്ത്തലമേൽ ഉറഞ്ഞു തുള്ളുന്നതും ഗ്രാമത്തിന് അരുളപ്പാടുകൾ നൽകുന്നതും ഇന്നും യുക്തിക്ക് അതീതമായ കാഴ്ചകളാണ്. ഇവിടെ ചുരുട്ടും മദ്യവും മാംസവും വഴിപാടായി സമർപ്പിക്കുന്നു. ചിലപ്പോൾ മൃഗങ്ങളെ ബലി നൽകുന്നതും പ്രധാന ആചാരമായി കണക്കാക്കപ്പെടുന്നു. ഇത് പലർക്കും വിവാദമാകാം. പക്ഷേ ഗ്രാമീയ വിശ്വാസത്തിൽ ഇത് ദൈവത്തോടുള്ള നേരിട്ടുള്ള സമർപ്പണമായാണ് വിശ്വാസികൾ കാണുന്നത്. കറുപ്പസ്വാമിയുടെ രൂപം തന്നെ ഭക്തരിൽ ഭക്തിയും ഭയവും ജനിപ്പിക്കുന്നതാണ്. കറുത്ത നിറം അത് അനന്തതയെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. ചില സ്ഥലങ്ങളിൽ വെളുത്ത കുതിരപ്പുറത്തു നിൽക്കുന്ന രൂപം രാത്രികാലങ്ങളിൽ ഗ്രാമങ്ങൾ ചുറ്റി സഞ്ചരിച്ച് നാടിനെ കാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. കയ്യിലെ വാൾ തിന്മയെ ഉന്മൂലനം ചെയ്യുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. കറുപ്പുസ്വാമിയുടെ മറ്റൊരു ശക്തമായ വശം അദ്ദേഹത്തിന്റെ വിവിധ രൂപങ്ങളാണ്. പെരിയ കറുപ്പ് ഗ്രാമത്തിന്റെ പ്രധാന കാവൽ ദേവനായി കണക്കാക്കപ്പെടുന്നു. വലിയ പ്രശ്നങ്ങൾക്കും നീതി നിർണയത്തിനും ഭക്തർ ഇവനെ സമീപിക്കുന്നു. സംഗിലി കറുപ്പ് ചങ്ങലയുമായി കാണപ്പെടുന്ന രൂപമാണ്. ദോഷശക്തികളെ ബന്ധിപ്പിക്കുകയും തെറ്റുകൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നവനായി അവതാരമെടുക്കുന്നു. വേട്ടൈ കറുപ്പ് ഒരു വേട്ടക്കാരന്റെ രൂപത്തിൽ ദോഷങ്ങളെ പിന്തുടർന്ന് നശിപ്പിക്കുന്ന ശക്തിയായി കരുതപ്പെടുന്നു. ഗ്രാമത്തെ സംരക്ഷിക്കാൻ എല്ലായിടത്തും സഞ്ചരിക്കുന്നവനെന്ന ആശയവും ഇവിടെ കാണാം. മുത്തുകറുപ്പ് എന്നാൽ കാവലിനൊപ്പം അനുഗ്രഹവും നൽകുന്ന ഒരു സൗമ്യരൂപമായി കാണപ്പെടുന്നു. ആരോഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടി ഭക്തർ ഇവനെ പ്രാർത്ഥിക്കുന്നു. പേരുകളും രൂപങ്ങളും മാറുന്നുണ്ടെങ്കിലും എല്ലാം ഒരേ കറുപ്പുസ്വാമിയുടെ വൈവിധ്യമാർന്ന മുഖങ്ങളാണ് എന്നതാണ് വിശേഷം. ഈ വിശ്വാസം ഭാരതത്തിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. നമ്മുടെ ഈ ഗ്രാമദേവൻ എങ്ങനെയാണ് ട്രിനിഡാഡിലും ഗയാനയിലും സറീനാമിലും എത്തിയത്? 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന് കരാർ തൊഴിലാളികളായി കുടിയേറിയവർ തങ്ങളുടെ കയ്യിൽ കരുതിയത് തുച്ഛമായ സമ്പാദ്യങ്ങൾ മാത്രമായിരുന്നില്ല, അവരുടെ കുലദൈവത്തെ കൂടിയാണ്. കടൽ കടന്ന അവർ കറുപ്പിനെ സംഗാനി ബാബ എന്ന് വിളിച്ചു. ഇന്ന് കരീബിയൻ രാജ്യങ്ങളിൽ മദ്യവും ബലിയും അനുഷ്ഠാനങ്ങളുമായി ഈ ദ്രാവിഡാചാരം സജീവമായി തുടരുന്നു. ഒരു ഗ്രാമത്തിന്റെ കാവൽക്കാരനിൽ നിന്നും ലോകത്തിന്റെ രക്ഷകനായി മാറിയ ഇതിഹാസമാണിത്. ശബരിമലയിലെ 18-ാം പടിക്ക് താഴെ അയ്യപ്പന്റെ സേനാപതിയായി കാവൽ നിൽക്കുന്ന കറുപ്പസ്വാമി മുതൽ കരീബിയൻ ദ്വീപുകളിലെ സംഗാനി ബാബ വരെ ഈ വിശ്വാസം ഒരു സാമൂഹിക നിയന്ത്രണ സംവിധാനം കൂടിയാണ്. തമിഴ്നാട്ടിൽ കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി കാപ്പുകെട്ടിക്കഴിഞ്ഞാൽ ഗ്രാമം വിട്ടുപോകാൻ പാടില്ലെന്ന നിയമം പ്രാദേശികമായ ഐക്യവും ഗോത്ര സംസ്കാരത്തിന്റെ തുടർച്ചയും വിളിച്ചോതുന്നതാണ്. സത്യത്തിനു വേണ്ടി നിൽക്കുന്നവന്റെ ചങ്ങാതിയും ചതി ചെയ്യുന്നവന്റെ പേടി സ്വപ്നവുമാണ് കറുപ്പസ്വാമി. കറുപ്പ് ദൈവമാണോ അതോ ചരിത്രത്തിലെ ഒരു മനുഷ്യനോ, അഥവാ ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ രൂപപ്പെട്ട ശക്തമായ വിശ്വാസമോ? നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, ഭക്തിയായാലും ഭയമായാലും കറുപ്പസ്വാമി ഇന്നും ജീവിക്കുന്നു. എല്ലായിടങ്ങളിലും നമ്മളെ കാക്കുന്ന, നമ്മളുടെ കുലത്തെ കാക്കുന്ന ഒരു അദൃശ്യ രക്ഷകനായി. വീണ്ടും കാണാം.